ഇനി നമ്മുടെ വീട്ടിലെ വൈദ്യുതി മീറ്റർ സ്മാർട്ടാക്കാൻ അദാനി വരും. എല്ലാം അദാനിമയം. ഇനി അദാനി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമോ ആവോ? ഇപ്പോൾ ഇലക്ട്രിസിറ്റി മീറ്ററും കൊണ്ട് പടിവാതിൽക്കൽ വരെ എത്തി. ഇനി വാതിൽ തുറന്നാൽ മതി അകത്തോട്ട് കയറാൻ. മുഴുവൻ ഉപഭോക്താക്കളെയും സ്മാർട്ട് മീറ്ററിലേക്ക് മാറ്റാനുള്ള കരാർ KSEB അദാനിക്ക് നൽകാൻ പോകുന്നു. മെയ്യിൽ ടെൻഡർ ക്ഷണിച്ചപ്പോൾ അദാനി എനർജി സൊല്യൂഷൻസ് ഉൾപ്പെടെ 11 കമ്പനികളാണ് സമ്മതവുമായി രംഗത്തെത്തിയത്. ഈ മാസം ടെൻഡർ തുറക്കും. മികച്ച ഓഫർ അദാനിയുടേതാണെന്നാണ് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്ത് 1,40,00,000 വൈദ്യുതി ഉപഭോക്താക്കളുണ്ട്. സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, HT വിഭാഗം തുടങ്ങി 1,72,000 ഉപഭോക്താക്കളെ സ്മാർട്ട് മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇതിനകം. രണ്ടാം ഘട്ടത്തിൽ സൗരോർജ ഉൽപാദകർ മാസം 150 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർ പുതിയ കണക്ഷൻ തുടങ്ങി 50 ലക്ഷം പേരെ സ്മാർട്ട് മീറ്ററിലേക്ക് മാറ്റും. ഇതിനുള്ള കരാറാണ് അദാനിക്ക് നൽകുന്നത്. 1,72,000 സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചത് KSEB 65 കോടി വായ്പ എടുത്താണ്. കൊൽക്കത്തയിലെ ഇസ്ക്രാമെക്കോ കമ്പനിക്കാണ് കരാർ നൽകിയിരുന്നത്. എന്നാൽ ഇവരുടെ സോഫ്റ്റ്വെയർ തകരാറിലായി. ഇതോടെ പഴയതുപോലെ മീറ്റർ റീഡിംഗ് എടുത്ത് ബിൽ നൽകുകയാണ്. സ്മാർട്ട് മീറ്റർ വന്നാൽ അതിൻ്റെ മൊത്തം നടത്തിപ്പ് ചെലവും വിതരണവും അദാനി നോക്കും. സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കൈമാറാം. വിതരണവും നടത്തിപ്പും മെയിൻ്റനൻസും ഏറ്റെടുക്കാം എന്നൊക്കെയുള്ള മികച്ച ഓഫറാണ് അദാനി നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. നടത്തിപ്പ് ചെലവ് മുഴുവൻ അവർ വഹിക്കുമ്പോൾ KSEBക്ക് വായ്പാ ബാധ്യത വരില്ല. കടക്കണിയിലായ ബോർഡിന് അതൊരു ആശ്വാസമാകുമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ കൊൽക്കത്ത കമ്പനിക്ക് കരാർ നൽകിയപ്പോൾ ചെലവിന്റെ 15% കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും കിട്ടിയില്ല. വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിന് 4,000 രൂപയോളമാണ് വില വരുന്നത്. ഇതും മാസം 31 രൂപ വാടക നൽകണം. നിലവിൽ 800 രൂപയുടെ മീറ്ററാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. വാടകയോ 6 രൂപയും അതാണ് നൽകുന്നത്. ആ സ്ഥാനത്ത് ഇനി സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ പ്രതിമാസം 31 രൂപ വാടക അദാനിക്ക് നൽകണം. 3 ഫേസിന് 36 രൂപയാണ് വാടക. 2 മാസം കൂടുമ്പോഴുള്ള വൈദ്യുതി ബില്ലിൽ മീറ്റർ വാടക നിലവിലെ 12 രൂപയ്ക്ക് പകരം 62 രൂപ, അതുപോലെ 72 രൂപ വീതമാകും. LTCT ഉപഭോക്താക്കൾക്ക് 47 രൂപയാണ് മാസവാടക. സ്മാർട്ട് മീറ്ററിന് ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാതല്ല, ഉപയോഗിച്ച വൈദ്യുതിക്ക് മാത്രം പണം നൽകിയാൽ മതി. താമസമില്ലാത്ത വീടുകൾക്ക് വൈദ്യുതി ബിൽ അടയ്ക്കണ്ട. വൈദ്യുതി മോഷണം തടയാം. ഉപഭോഗം സ്വയം നിയന്ത്രിക്കാം. സ്മാർട്ട് മീറ്റർ ചാർജ് ചെയ്ത് വൈദ്യുതി ഉപയോഗിച്ച് തുടങ്ങാം. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അദാനിക്ക് എങ്ങനെയും പണം കിട്ടണം. നമ്മളെ നന്നാക്കാൻ വരുമ്പോൾ ലാഭം വേണ്ടേ? വേണം. കൊള്ള ലാഭം വേണം. പാവങ്ങളെ പിഴിയുന്നതിൻ്റെ കമ്മീഷൻ കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യും.